ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഈ വർഷത്തെ ആദ്യത്തെ വ്ളോഗാണ് കേട്ടോ. അതും ഇന്നത്തെ നമ്മുടെ ജനുവരി 1 വീഡിയോയാണ്. അൽഹംദുലില്ലാ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ എല്ലാവരും ദുആ ചെയ്യണം നമ്മുടെ ചാനൽ കേട്ടോ. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും നല്ലൊരു വർഷമാവട്ടെ എന്ന് ആശംസിക്കുന്നു. ആരോഗ്യപരമായും സാമ്പത്തികപരമായും ഒക്കെ നല്ലൊരു വർഷമാവട്ടെ എന്ന് ആശംസിക്കുകയാണ് കേട്ടോ. ഒത്തിരി പേര് എനിക്ക് ഹാപ്പി ന്യൂ ഇയർ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. തിരിച്ചും ഞാൻ ഹാപ്പി ന്യൂ ഇയർ പറയുകയാണ്. അപ്പോൾ ഇതേ രാവിലെ നമുക്ക് കാപ്പി ഉണ്ടാക്കി. പുട്ടായിരുന്നു കേട്ടോ. പുട്ടും നമ്മുടെ ഉരുളക്കിഴങ്ങ് മസാലക്കറിയായിരുന്നു. അപ്പോൾ പുട്ട് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് പഴം എടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഒന്ന് ആവി കയറ്റി എടുത്തിട്ടുണ്ട്, പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ ലാസ്റ്റ് പുട്ട് ഞാൻ അതിൽ വെച്ചിട്ട് പിന്നെ തീ ഇടാനായിട്ട് നിന്നില്ല കേട്ടോ. ഞാൻ വിചാരിച്ചു റെഡിയായി കാണുമെന്ന്. പക്ഷേ തട്ടിയിട്ടപ്പോഴത്തേക്കും ചെറിയൊരു വേവ് കുറഞ്ഞ രീതിയിലായിരുന്നു. അങ്ങനെ ഒന്നും കൂടി അതൊന്ന് മിക്സാക്കിയിട്ട് ആവിയൊക്കെ കയറ്റി എടുത്തിട്ടുണ്ട്. അങ്ങനെ രാവിലത്തെ കാപ്പിയുടെയും കാര്യങ്ങളും ഒക്കെ അങ്ങനെ കഴിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മുറ്റത്തോട്ട് ഇറങ്ങി. എൻ്റെ ആദ്യത്തെ ഈ വർഷത്തെ സന്തോഷം എന്ന് പറയുന്നത് അൽഹംദുലില്ലാ. അതേ കണ്ടില്ലേ, ഞാൻ കുറേ നാളുകൊണ്ട് വെച്ച ചെടിയായിരുന്നു കേട്ടോ. എനിക്ക് ഒരു വീട്ടിൽ നിന്ന് തന്നതാണ്. അപ്പോൾ അത് ആണെങ്കിൽ ഇങ്ങനെ, ഇതിൻ്റെ പേര് വാട്ടർ റോസ് എന്നാണ്. വാട്ടർ റോസ് അതായത് വെള്ളത്തിൽ വളരേണ്ടതാണ്. ഇത് ഞാനിങ്ങനെ മണ്ണിലാണ് കേട്ടോ വെച്ചേക്കുന്നത്. അവരിങ്ങനെ തന്നതുപോലെ ഞാൻ കൊണ്ടുവച്ചു. ഒരു വെള്ളത്തിൽ അങ്ങനെ വെള്ളം നിറഞ്ഞ് നിൽക്കണം എന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാനിങ്ങനെ കൊണ്ടങ്ങ് വെച്ച് കേട്ടോ. അതിനുള്ളൊരു പാത്രം നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാനുള്ള സംഭവം ഇല്ലാത്തത് കൊണ്ടും പിന്നെ കൂത്താടിയോ എന്തെങ്കിലും കൊതുക് മുട്ടയിടുമോ എന്നൊക്കെ പേടിച്ചിട്ടാണ് ഞാനിങ്ങനെ ചെയ്യാതിരിക്കുന്നത്. അപ്പോൾ പിന്നെ അതിൽ വെള്ളം ഇങ്ങനെ ദിനം അല്ലെങ്കിൽ 2 ദിവസം 3 ദിവസമൊക്കെ കൂടുമ്പോഴത്തേക്കും നമ്മളിത് മാറ്റി കൊടുക്കണം എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരിക്കും. അപ്പോൾ ഇതേ കണ്ടില്ലേ, ഇതിൽ പൂ പിടിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്, നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇന്ന് ഞാനിങ്ങനെ ഒന്ന് ചുമ്മാ വീഡിയോ എടുക്കാൻ വേണ്ടി ഇറങ്ങി വന്നപ്പോൾ കണ്ടതാണ് കേട്ടോ. ഭയങ്കരമായിട്ട് സന്തോഷമായി. നമ്മളിങ്ങനെ നട്ട് വെക്കുന്ന, അതായത് ഇപ്പം എന്തെങ്കിലും കൃഷിയാണെങ്കിൽ നമ്മളിപ്പോൾ ചീരയോ മുളകോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ കൃഷി ചെയ്താലും അതിലെന്തെങ്കിലുമൊക്കെ ഒന്ന് ഒരു കായോ ഒരു പൂവോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാനായിട്ട് പറ്റത്തില്ല കേട്ടോ. ഞാൻ നോക്കിയിരിക്കുമായിരുന്നു കേട്ടോ. എനിക്കിങ്ങനെ തന്നപ്പോഴത്തേക്ക് അവരിങ്ങനെ വാട്ടർ റോസ് എന്നാണ് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ സെർച്ച് ചെയ്ത് നോക്കി യൂട്യൂബിൽ. അപ്പോൾ പൂവ് ഞാനതിൽ കണ്ടിട്ടുണ്ടായിരുന്നു. പിടിക്കുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പുമില്ലായിരുന്നു കേട്ടോ. എന്നാലും ഞാൻ വളരെ ശ്രദ്ധിച്ചാണത് നോക്കിയത്. അങ്ങനെ ദേ അടുത്ത പണിയെന്ന് പറയുന്നത് കുറച്ച് ദിവസം കൊണ്ട് വിചാരിക്കുന്നുണ്ട്. നമ്മുടെ കറിവേപ്പുണ്ടല്ലോ, അങ്ങ് പൊട്ടി നല്ല തളർത്ത് നിന്നതായിരുന്നു കേട്ടോ. നിറയെ ഇലകളൊക്കെ ആയിട്ട് നല്ലതുപോലെ നിൽക്കുമായിരുന്നേ. അതാണെങ്കിൽ അവിടെ മരിപ്പൊക്കെ സമയത്ത് ആരൊക്കെയോ അതിൽ നിന്ന് നുള്ളിക്കൊണ്ട് പോയി. പിന്നെ അതങ്ങോട്ട് കയറുന്നില്ല കേട്ടോ. ആ മരിപ്പിൻ്റെ സമയത്തൊക്കെ നല്ലതുപോലെ തളർത്ത് പിടിച്ചുകൊണ്ടിരുന്നതാണ്. അതങ്ങ് താഴോട്ടുമില്ല മേളിലോട്ടുമില്ല ആ ഒരവസ്ഥയിലോട്ടായിട്ടുണ്ട്. അതുപോലെ മൂട്ടിൽ മണ്ണൊന്നുമില്ല. അതുകൊണ്ട് ഒന്നുകൂടി അവിടെ ഉമ്മ ആണെങ്കിൽ ഉമ്മ പൊന്നുപോലെ നോക്കിയ കറിവേപ്പാന്ന് കേട്ടോ. അതായത് നമ്മൾ പോലും ഒന്ന് നുള്ളിയെടുക്കാൻ വേണ്ടി സമ്മതിക്കത്തില്ല. ഒരു കതുപ്പങ്ങാണ്, അതായത് ഒരു ഇലയും കാണും അതിൽ നിന്ന് പിച്ചി കഴിഞ്ഞാൽ അമ്മക്ക് ഭയങ്കര വിഷമമാണ്. അപ്പോൾ ഞാൻ അന്നേ ഉമ്മ പറയുമായിരുന്നു ഇതിൻ്റെ മൂട്ടിൽ എപ്പോഴും മണ്ണ് കാണണമെന്ന്. ഇത് വെള്ളം നമ്മളിങ്ങനെ കൊണ്ടൊഴിക്കുമ്പോഴത്തേക്കേ അതിങ്ങനെ അതിൻ്റെ മൂട്ടിലെ മണ്ണെല്ലാം അങ്ങ് മാറിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ അവിടുത്തെ പാറയൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒന്ന് കൊത്തി ഇളക്കിയിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ആണെങ്കിൽ നല്ല കട്ടി തറയാട്ടോ. ഇപ്പോൾ ഈ ഉണക്ക് സമയം കൂടെ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര നല്ല കട്ടിയായിട്ട് കിടക്കും ആ തറയൊക്കെ. എന്തെങ്കിലുമൊക്കെ നട്ട് വെച്ച് കഴിഞ്ഞാലും അത് വെള്ളമൊന്നും ഒഴിച്ചില്ല. ഒരു ദിവസം പോലും ഒരു നേരം രാവിലെ വൈകുന്നേരം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തെങ്കിൽ മാത്രമേ അത് മുന്നോട്ട് വരത്തുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ അത് കിട്ടത്തേയില്ല. ഞാൻ ആ കറിവേപ്പിൻ്റെ മൂട്ടിൽ കുറേ ഈ അടുത്ത സമയത്ത് കിട്ടിയ എന്തൊക്കെയോ കൊണ്ടുവന്ന് നട്ടിട്ടുണ്ട് കേട്ടോ. ഇത് മൾബറിയാണ് കേട്ടോ. മൾബറി കേട്ടിട്ടില്ലേ?
പണ്ട് നമുക്കുണ്ടായിരുന്നു കേട്ടോ. ഈ വീടിന് പുറകുവശത്തായിട്ട് വലിയൊരു മൾബറിയുടെ മരം ഉണ്ടായിരുന്നു. മൾബറി പഴം നല്ല ടേസ്റ്റ് അല്ലേ, കറുത്തത് ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല നല്ല ചോര പോലെ ഇരിക്കും. അതിങ്ങനെ പൊട്ടിച്ച് കയ്യിലൊക്കെ തേച്ച് നമ്മൾ നാക്കിലൊക്കെ തേച്ച് പണ്ടിങ്ങനെ കൊച്ചുനാളിലൊക്കെ നമ്മളിങ്ങനെ പേടിപ്പിക്കത്തില്ലേ, നാക്കിൽ ചോരാക്കുന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ നമ്മുടെ വീടിന് പുറകിലുണ്ടായിരുന്നു കേട്ടോ വലിയൊരു മൾബറിയുടെ മരമായിരുന്നു. അത് പിന്നെ പുഴുവൊക്കെ കാരണമാണെന്ന് തോന്നുന്നു ഉമ്മച്ചി അത് വെട്ടിക്കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ എനിക്ക് ഒരാൾ കൊണ്ട് തന്നിട്ടുള്ള 2 കമ്പായിരുന്നു. അപ്പോൾ അത് ഞാനിവിടെ വെറുതെ അന്നിങ്ങനെ ഒന്ന് കുഴിച്ച് വെച്ചതാണ്. ഇവിടെ നിന്ന് എടുത്ത് മാറ്റി നടാം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇനിയിപ്പോൾ ഉണക്കായി പോയി, ഇവിടെ നിന്ന് നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും മാറ്റാൻ പറ്റത്തില്ല. ഇപ്പോൾ നല്ലതുപോലെ ഇലയൊക്കെ വന്ന് നല്ല സെറ്റായിട്ട് നിൽപ്പുണ്ട്, ആൾ ഉഷാറായിട്ട് നിൽപ്പുണ്ട്. അപ്പം അതിൻ്റെ മൂട്ടിലും കൂടെ കുറച്ച് മണ്ണ് കൊത്തി ഇളക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ കറിവേപ്പിൻ്റെ മൂട്ടിലും നല്ലതുപോലെ മണ്ണിളക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അതിൽ വേസ്റ്റ് വെള്ളം അതുപോലെ മീൻ വെട്ടുന്ന വെള്ളം ഉണ്ടല്ലോ, മീനിൻ്റെ അത് ഇറച്ചി കഴുകുന്ന വെള്ളമൊക്കെ നമുക്ക് ഇതിൻ്റെ കറിവേപ്പിൻ്റെ മൂട്ടിൽ ഒഴിച്ചാൽ നല്ലതാണ് കേട്ടോ. അങ്ങനെ അതൊക്കെയായിരുന്നു കാപ്പി ഉണ്ടാക്കിയിട്ടുള്ള പരിപാടി. ഞാൻ കാപ്പി ഉണ്ടാക്കി അടുപ്പിൽ തന്നെ നമ്മൾ അരി അടുപ്പിടാൻ വേണ്ടിയിട്ടുള്ള കലവും വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അവിടെ വാളരിപ്പയർ നട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ നല്ലതുപോലെ കിളിർത്ത് വന്നിട്ടുണ്ട് കേട്ടോ, ഇലകളൊക്കെ ആയി വള്ളി വീശിയിട്ടുണ്ട്. പിന്നെ അതുപോലെ ബോക്സിലും ഞാൻ കുറച്ച് പയർ നട്ടിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഫുള്ള് ഈ അയ്യൻ കരിക്കലായിരുന്നു കേട്ടോ. തൂത്തു വാരി കൂട്ടി ഉള്ള ചവറെല്ലാം വാരിയിട്ട് കത്തിച്ചു കേട്ടോ. 2 ദിവസം മുന്നേ നമ്മളിവിടെ പാമ്പിൻ്റെ കുഞ്ഞിനെ, അതായത് പൂച്ചയോ വട്ടിയോ ഒക്കെ കടിച്ചു കൊന്നിട്ടിരിക്കുന്നു കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നല്ല വിഷമുള്ള ഇനമായിരുന്നു. അങ്ങനെ എന്താ ഇനിയിപ്പോൾ മുറ്റത്തൊക്കെ ഇറങ്ങിപ്പോയി ഇതൊക്കെ നോക്കിയെന്ന് പറയുന്നതേ, കോഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതൊക്കെ നിൽക്കും കേട്ടോ. ഇടയ്ക്ക് ഇവിടെ കോഴിയൊക്കെ അപ്പുറവും ഇപ്പുറമൊക്കെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോഴും നമ്മളിതൊക്കെ നട്ടു വെച്ച് കഴിഞ്ഞാലൊന്നും കിട്ടത്തില്ല. ഒന്ന് പയറൊക്കെ ഒന്ന് നട്ട് ഒന്ന് ഇലകളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് കൊത്തി തിന്നുകൊണ്ട് പോകും. ഇപ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ലല്ലോ. അങ്ങനെ അതിന് വെള്ളമൊക്കെ ഒഴിച്ചു, മണ്ണിടേണ്ടതിനൊക്കെ മണ്ണൊക്കെ ഇട്ടു. കുറച്ച് ചെടി എനിക്ക് വല്യമ്മ കൊടുത്ത് വിട്ടായിരുന്നു വാപ്പമ്മ വന്നപ്പോഴത്തേക്കും. ഞാനത് നട്ടമൊന്നുമില്ല കേട്ടോ. മണ്ണ് ഇളക്കാനുള്ളൊരു ബുദ്ധിമുട്ട് കാരണം വെച്ചതാട്ടോ. നല്ലതുപോലെ 2 ദിവസം വെള്ളം ഒഴിച്ച് തറയിലിട്ടിട്ട് ഇനി ആ ഭാഗത്തെ മണ്ണ് വേണം നമ്മളിനി ഇളക്കിയെടുക്കാൻ. ഇന്നലത്തെ കമൻസ് ഒക്കെ ഞാൻ വായിച്ചായിരുന്നു കേട്ടോ. എല്ലാ കമൻറ്റും ഞാൻ വായിക്കാറുണ്ട്. അതിലൊരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ആയാസ് ലത്തീഫ് അങ്ങനെ എന്തോ പേരായിരുന്നു. ഞങ്ങൾ കമൻറ്റ് ചെയ്യുന്നവരുടെ പേരും കൂടെയൊക്കെ നിങ്ങൾക്ക് പറഞ്ഞൂടെ, അത് ഞങ്ങളുടെ ഒരു സന്തോഷമാണെന്നൊക്കെ. ഇൻഷാ അല്ലാ അടുത്ത വീഡിയോയിൽ നമുക്ക് പറയാം കേട്ടോ. പിന്നെ അനിയത്തി പാത്രം കഴുകുന്ന നിങ്ങൾ മിക്കപ്പോഴും പാത്രം കഴുകുന്ന അനിയത്തിയെ കാണിച്ചിട്ടുണ്ട്. ആ അനിയത്തിയും മക്കളുമാണോ എന്ന് ചോദിച്ചാൽ ആ അനിയത്തി വിവാഹം കഴിച്ചിട്ടില്ല കേട്ടോ. ഇത് ഇളയ അനിയത്തിയാണ്. ഇളയ അനിയത്തിയും മക്കളുമാണ് മെനിഞ്ഞാന്ന് വന്ന് നിന്ന് നമ്മൾ വീഡിയോ ഒക്കെ എടുത്തത്. അവർ രണ്ടുപേരും പോയായിരുന്നു കേട്ടോ. അതും 2 മക്കളും ഉണ്ടായിരുന്നു, അവർ പോയിട്ടുണ്ട്. അപ്പോൾ അത് ചോദിച്ചവർക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. പിന്നെന്താ, വീട്ടിൽ വന്ന അനിയത്തിയുടെ പേര് ഷംല, ഇവിടെ ഉള്ള അനിയത്തിയുടെ പേര് ഷംജ, എൻ്റെ പേര് അറിയാമല്ലോ ഷംന, എല്ലാം ഷായാണ് കേട്ടോ. പിന്നെന്താ, പിന്നെ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, എന്തോ വീഡിയോയുടെ മുമ്പിൽ വന്നപ്പോഴത്തേക്കും കീലേരി അച്ചുവായോ എന്ന്. ശരിക്കും ഞാൻ എല്ലാം മറന്നുപോയി കേട്ടോ, പറയേണ്ട കാര്യങ്ങളെല്ലാം ഞാനങ്ങ് മറന്നുപോയി. പിന്നെ പെട്ടെന്ന് എടുത്തൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഒരു പ്ലാൻ ഇല്ലായിരുന്നു വീഡിയോയുടെ മുമ്പിൽ വന്നിട്ട് അങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ അവളാണ് പറഞ്ഞത് അങ്ങനെ ഒന്ന് സംസാരിച്ച് നോക്കാൻ. അങ്ങനെ എടുത്തിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ദേ ഇവിടെ ആണെങ്കിൽ ഞാൻ കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. അടുത്ത വീട്ടിൽ നിന്ന് തന്നതാണ് കേട്ടോ. ഒരു മുറി ചക്ക തന്നു. അത് വെറും കൊത്തൻ ചക്കയായിരുന്നു കേട്ടോ, ഒട്ടും വിളയാത്ത, നമ്മൾ കറിപ്പരുവം പോലും ആവാത്ത ചക്കയായിരുന്നു. പിന്നെ അത് ഞാൻ വെട്ടിപ്പറിച്ചെടുത്തു. അവിയൽ വെക്കാൻ വേണ്ടി അരപ്പൊക്കെ ഇട്ട് റെഡിയാക്കി അതും കൂടി സെറ്റാക്കി അടുപ്പിലോട്ടാക്കി കൊടുത്തിട്ടുണ്ട്. കുറച്ച് ചിക്കൻ്റെ പീസ് ഉണ്ടായിരുന്നു, അത് ഞാൻ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇതിനിടയ്ക്ക് പാത്തുവിന് വിശക്കുന്നെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ചോറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേ നമുക്ക് വിറക് മേടിച്ചിട്ടുണ്ട്. വിറക് കത്തിക്കാൻ വിറകില്ലായിരുന്നു കേട്ടോ. അടുപ്പ് കത്തിക്കാൻ ഒരു കമ്പ് വിറവില്ലായിരുന്നു. എന്ന് വെച്ചാൽ മറ്റേ നമ്മളെ ചുള്ളിക്കമ്പുണ്ടല്ലോ, അത് നമ്മുടെ ഈ പുകയടുപ്പ്, നമ്മുടെ ഈ അടുപ്പിനൊരു പ്രത്യേകതയുണ്ട്. എത്ര തീ എരിച്ചാലും വിറക് ഇങ്ങനെ വെക്കാമെന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പെട്ടെന്ന് അങ്ങ് തീർന്നു പോകും. അങ്ങനെ വിറകൊക്കെ മേടിച്ചു. ഇനി ഞാൻ വിചാരിക്കുന്ന കുറച്ച് മുരിങ്ങയില നിൽപ്പുണ്ട് കേട്ടോ, നല്ല ഇലയായിട്ട് നിൽക്കുകയാണ്. പിന്നെ ഇപ്രാവശ്യം പൂത്തിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ വർഷം കായ ഇതിൽ പിടിച്ചിട്ടില്ലായിരുന്നു, മുരിങ്ങക്കായ ഇതിൽ പിടിച്ചിട്ടില്ല. നല്ലതുപോലെ മുരിങ്ങക്ക പിടിക്കുന്ന മുരിങ്ങത്തൈ കേട്ടോ, നാടൻ മുരിങ്ങത്തൈ അത്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഒട്ടും പിടിച്ചില്ലായിരുന്നു കേട്ടോ. അത് കുറേയൊക്കെ വെട്ടിക്കളഞ്ഞത് കൊണ്ടാണോ എന്നറിയത്തില്ല, പൂത്തിട്ടില്ലായിരുന്നു. ഇപ്രാവശ്യം എന്തായാലും നിറയെ പൂവൊക്കെ ഇട്ട് നിൽപ്പുണ്ട്. അങ്ങനെ ഇതേ കുറച്ച് മുരിങ്ങയിലയൊക്കെ ഒടിച്ചെടുത്തു. നല്ല തളിരിലയായിരുന്നു കേട്ടോ, ഒരുപാട് മുറ്റാത്ത, ഇലയ്ക്കൊന്നും ഒരു കേടുപാടും ഇല്ലാത്ത ഇലയായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് മുരിങ്ങയില എടുത്തു.
പിന്നെ ഈ ചക്കക്കുരു ഉണ്ടായിരുന്നു, അതും കൂടി ഞാൻ അരിഞ്ഞങ്ങ് അടുപ്പിലോട്ടാക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മിക്സ് ചെയ്തിട്ടുള്ളൊരു തോരൻ വെക്കാൻ വേണ്ടിയാണേ. നമ്മൾ ചക്കക്കുരു അരിഞ്ഞ് ഞാൻ വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് വെന്ത് വന്നതിന് ശേഷമാണ് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് വെള്ളം വറ്റി വരാറായപ്പോഴത്തേക്കും അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള മുരിങ്ങയില തട്ടിക്കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ആവി കയറുമ്പം തന്നെ നമ്മുടെ മുരിങ്ങയില എല്ലാം വെന്ത് കിട്ടും. പിന്നെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് ഒതുക്കി എടുത്തിട്ടുള്ള കേട്ടോ. തേങ്ങ, ജീരകം, പച്ചമുളക്, വെളുത്തുള്ളി, കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിരുന്നു ഒതുക്കിയ തേങ്ങാപ്പീരയാണ് കേട്ടോ. അത് ഇതിലേക്ക് തട്ടിക്കൊടുക്കുക. ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ചിക്കി തോർത്തി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചക്കക്കുരു മുരിങ്ങയിലയും വെച്ചിട്ടുള്ള തോരനും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ലഞ്ച് ഇതൊക്കെ തന്നെയായിരുന്നു. തലേന്ന് വൈകുന്നേരം കുറച്ച് രസമാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടിയുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ബൈ.